وسلم على نبينا محمد وآله وصحبه أجمعين أما بعد. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ ഷെയ്ഖ് സാലിഹുൽ ഫൗസാൻ ഹഫിളഹുല്ലാ രചിച്ച അൽ മുലഖസുൽ ഫിഖ്ഹി കർമ്മശാസ്ത്രത്തിൻ്റെ ഒരു സംഗ്രഹമാണ്. അതിലെ അധ്യായങ്ങളാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ കിതാബുസ്സല, നമസ്കാരത്തിൻ്റെ മായി ബന്ധപ്പെട്ട കിതാബിൽ അതിൻ്റെ ഫർദ് നമസ്കാരത്തിൻ്റെ രൂപങ്ങളെ സംബന്ധിച്ച് മറ്റുമെല്ലാം സംസാരിച്ചു. ഇനി സുന്നത്ത് നമസ്കാരങ്ങൾ, നഫിലായ ഐച്ഛികമായ നമസ്കാരങ്ങൾ ഏതെല്ലാമാണ് എന്നാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അതിൽ വിത്ർ നമസ്കാരത്തെക്കുറിച്ച് പറഞ്ഞു, തറാവീഹ് നമസ്കാരത്തെക്കുറിച്ച് പറഞ്ഞു, ഫർദ് നമസ്കാരത്തിന് മുന്നും ശേഷവുമുള്ളതായ റവാത്തിബുകളെക്കുറിച്ച് പറഞ്ഞു. ഇനി അടുത്ത അധ്യായം ബാബുൻ ഫി സ്വലാത്തി ദുഹ, ദുഹ നമസ്കാരത്തെ സംബന്ധിച്ച അധ്യായമാണ്. മുസന്നിഫ് പറയാണ്, ഇഅലം അയ്യുഹൽ മുസ്ലിം അന്നഹു ഖദ് വറദത് ഫി സ്വലാത്തി ദുഹ അഹാദീസു കസീറ. ദുഹ നമസ്കാരത്തെ സംബന്ധിച്ച് ധാരാളം ഹദീസുകൾ ഉദ്ധരിക്കപ്പെടുന്നുണ്ട്. അതിലൊന്നാണ് ഇമാം ബുഖാരിയും മുസ്ലിമും എല്ലാം ഉദ്ധരിക്കുന്ന ഹദീസ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഔസാനി ഖലീലി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബിസലാസിൻ. എൻ്റെ ഖലീൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് 3 കാര്യങ്ങൾ വസിയ്യത്ത് ചെയ്തു. ഗൗരവമായ ഉണർത്തലിനാണ് വസിയ്യത്ത് എന്ന് പറയുന്നത്. ഏതെല്ലാം 3 കാര്യങ്ങളാണ് പറഞ്ഞത്? ഒന്ന്, ബിസിയാമി സലാസത്തി അയ്യാമിൻ മിൻ കുല്ലി ഷഹർ, എല്ലാ മാസവും 3 നോമ്പ് അനുഷ്ഠിക്കണം. അത് അയ്യാമു തശ്രീഖിൻ്റെ ദിവസങ്ങളിലോ അതല്ലെങ്കിൽ മാസത്തിൻ്റെ തുടക്കത്തിലോ ഒടുക്കത്തിലോ അല്ലെങ്കിൽ ഇടപെട്ടോ എങ്ങനെയാണെങ്കിലും 3 ദിവസം നോമ്പ് എടുക്കുക എന്നുള്ളത് എന്നോട് നൽകിയ വസിയ്യത്താണ്. വറക്അത്തൈ അദ്ദുഹ, അതേപ്രകാരം ദുഹ 2 റക്അത്തെങ്കിലും എന്ത് ചെയ്യണം? നമസ്കരിക്കണം. വഅൻ ഊതിറ ഖബല അൻ അർഖുദ്, ഉറങ്ങുന്നതിന് മുമ്പ് വിത്ർ നമസ്കരിക്കണമെന്നും എന്ത് ചെയ്തു? സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് കൽപ്പിച്ചു. 3 വസിയ്യത്തുകളാണ്. മറ്റൊരു ഹദീസിൽ കാണാം, അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാന യുസല്ലി ദുഹ ഹത്താ നഖൂൽ ലാ യദുഹ. നബി നിരന്തരം വരുന്നു, ചിലപ്പോൾ ദുഹ നമസ്കരിക്കും എല്ലാ ദിവസങ്ങളിലും. അപ്പോൾ ഞങ്ങൾ പറയും, ഇനി ഒരിക്കലും നബി അത് വിട്ടുകളയുകയില്ല എന്ന്. വയദഉഹ ഹത്താ നഖൂൽ ലാ യുസല്ലി, ചില സമയത്ത് നബി വിട്ടുകളയും, ഞങ്ങൾ കരുതും അപ്പോൾ ഇനി നമസ്കരിക്കില്ല എന്ന്. അപ്പോൾ ചിലപ്പോൾ അങ്ങനെ എല്ലാ ദിവസവും നിർബന്ധമായിട്ട് നമസ്കരിക്കുന്ന നമസ്കാരമല്ല, എന്നാലും എന്താണ് പതിവാക്കുക എന്നുള്ള പ്രധാനപ്പെട്ട സുന്നത്ത് തന്നെയാണ്. ഇതിൻ്റെ രൂപം എങ്ങനെയാണ്? അഖല്ലു സ്വലാത്തു ദുഹ റക്അത്താൻ, ദുഹ നമസ്കാരത്തിൻ്റെ ഏറ്റവും ചുരുങ്ങിയ റക്അത്ത് എന്ന് പറയുന്നത് 2 റക്അത്താണ്. 2 റക്അത്താണ് ഏറ്റവും ചുരുങ്ങിയത് നമസ്കരിക്കേണ്ടത്. 1 റക്അത്ത് നമസ്കരിക്കുക എന്നുള്ളത് രാത്രി മാത്രമേ ഉള്ളൂ. വിത്ർ നമസ്കാരത്തിന് മാത്രമേ 1 റക്അത്ത് നിയമമാക്കപ്പെട്ടിട്ടുള്ളൂ. ബാക്കി ഏത് നമസ്കാരം ആണെങ്കിലും അതിൻ്റെ ഏറ്റവും ചുരുങ്ങിയത് എത്രയാണ്? 2 റക്അത്താണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഹദീസിൽ കാണാം, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഹദീസിൽ കാണാം, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന് കൊടുത്ത ഉപദേശത്തിൽ 2 റക്അത്ത് ദുഹ നമസ്കരിക്കണം എന്നാണ് പറഞ്ഞത്. ഏറ്റവും ചുരുങ്ങിയത് 2 റക്അത്താണ്. മറ്റൊരു ഹദീസിൽ കാണാം, മൻ ഖഅദ ഫീ മുസല്ലാഹു ഹീന യൻസരിഫു മിന സുബ്ഹ്, ഒരാൾ സുബ്ഹ് നമസ്കാരത്തിന് ശേഷം തൻ്റെ മുസല്ലയിൽ തന്നെ ഇരിക്കുകയും ഹത്താ യുസബ്ബിഹ റക്അത്തൈ അദ്ദുഹ, അങ്ങനെ ദുഹ നമസ്കരിക്കുന്നത് വരെയും, ദുഹയുടെ 2 റക്അത്ത് നമസ്കരിക്കുന്നത് വരെയും. എന്നാൽ ലാ യഖൂലു ഇല്ലാ ഖൈറ, അതിനിടയിൽ അവൻ തിന്മകളൊന്നും പറഞ്ഞിട്ടില്ല, നല്ല വർത്തമാനങ്ങൾ മാത്രമേ അതിനിടയിൽ പറഞ്ഞിട്ടുള്ളൂ. എന്നാൽ ഗുഫിറത് ലഹു ഖതായ, അവൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെടും. വഇൻ കാനത് അക്സറ മിൻ സബദിൽ ബഹർ, സമുദ്രത്തിലെ നുരകളെക്കാളും അധികം പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ചെറുപാപങ്ങൾ എന്ത് ചെയ്യും? അത് മുഖേന പൊറുക്കപ്പെടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി. അപ്പോൾ ഇത് 2 റക്അത്താണ് ഏറ്റവും ചുരുങ്ങിയത് എന്ന് ഈ ഹദീസ് അറിയിക്കുന്നുണ്ട്. മാത്രമല്ല, ചെറുപാപങ്ങൾ പൊറുക്കപ്പെടാൻ അള്ളാഹു നിയമമാക്കിയ ഇബാദത്തുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണ് ദുഹ നമസ്കാരം. മറ്റ് ചില ഹദീസുകളിൽ കാണാനും എന്താണ്, ഒരു മനുഷ്യൻ അവൻ്റെ ശരീരത്തിൻ്റെ ഓരോ ജോയിൻറ്റുകൾക്കും കെണുപ്പുകൾക്കും ഓരോ ദിവസവും സദഖ കൊടുക്കണം. അത് 2 റക്അത്ത് ദുഹ നമസ്കരിച്ചാൽ എല്ലാ ജോയിൻറ്റുകൾക്കും സദഖ കൊടുത്തതിന് എന്ത് ചെയ്യും? പരിഹാരമാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളും വളരെ അത്ഭുതകരമാണ്. അതിങ്ങനെ മടക്കാനും മറ്റുമൊക്കെ നമുക്ക് സാധിക്കുന്നു വളരെ സുഗമമായി. അത് അള്ളാഹു നൽകിയ വലിയ അനുഗ്രഹമാണ്. ഏതെങ്കിലും അപകടം പറ്റി കാല് നിവർത്താൻ പറ്റാതെയായി അല്ലെങ്കിൽ കൈ മടക്കാൻ സാധിക്കാതെയായി,
അപ്പോഴാണ് അതിൻ്റെ പ്രയാസം നമുക്ക് എത്ര വലിയ അനുഗ്രഹമായിരുന്നു എന്ന് മനസ്സിലാവണം അപ്പോഴാണ്. അപ്പോൾ ഇതിന് സ്വതക്ക ഓരോ ജോയിൻറ്റിനുമുള്ള സ്വതക്കയായിട്ട് 2 റക്അത്ത് ദുഹ പരിഗണിക്കപ്പെടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഇനി അധികമായാൽ എത്ര നിസ്കരിക്കാം? മുസന്നിഫ് ഇവിടെ പറയുന്നത് അക്സറുഹ 8 റക്അത്ത്, ഏറ്റവും കൂടുതൽ 8 റക്അത്താണെന്നാണ് മുസന്നിഫ് പറയുന്നത്. കാരണം ഉമ്മു ഹാനി റളിയല്ലാഹു അൻഹ ഉദ്ധരിച്ച ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്ക വിജയിച്ചടക്കിയ ദിവസം സ്വല്ലാ 8 റക്അത്തിൻ സുബ്ഹത്തുൽ ദുഹ, ദുഹ നമസ്കാരം 8 റക്അത്ത് നമസ്കരിച്ചു എന്നാണ്. അപ്പോൾ അതുകൊണ്ട് ചില ഉലമാക്കൾ 8 ഏറ്റവും അധികം എന്ന് പറയുന്നത്. ബഹുഭൂരിപക്ഷം ഉലമാക്കളുടെ അഭിപ്രായം അതാണ്. ദുഹ കൂടിപ്പോയാൽ എത്രയാണ്? 8 എന്നുള്ളതാണ് ബഹുഭൂരിപക്ഷം ഉലമാക്കളുടെയും അഭിപ്രായം. എന്നാൽ ഒരു പറ്റം മുഹഖിഖീങ്ങളായ ഉലമാക്കൾ പറയുന്നത് ദുഹ എത്ര വേണമെങ്കിലും നമസ്കരിക്കാം, അതിന് എണ്ണം പരിധി പറഞ്ഞിട്ടില്ല. നബി ഏറ്റവും കൂടുതൽ നമസ്കരിച്ചത് എത്രയാണ്? 8. രാത്രി നമസ്കാരം പോലെ നബി 11 സാധാരണ രീതിയിൽ നമസ്കരിക്കുന്നത്, ചിലപ്പോൾ 13 നമസ്കരിച്ചിട്ടുണ്ട്. അതിനേക്കാൾ കൂടുതൽ നമസ്കരിച്ചു എന്നുള്ളത് കൊണ്ട് ഒരാൾക്ക് എന്തില്ല, തെറ്റില്ല, അത് രാത്രി നമസ്കാരം. അതേപോലെ തന്നെ പകൽ നമസ്കാരം ഒരാൾ 8 വരെയും നമസ്കരിക്കാം, അതിൽ കൂടിയാലും എന്തില്ല, കുഴപ്പമില്ല എന്നുള്ളതാണ് പ്രബലമായ അഭിപ്രായം. അതേപോലെ തന്നെ ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ കാണാം, കാന യുസല്ലി ദുഹ 4 റക്അത്തിൻ വയസീദു മാ ഷാ അല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ രീതിയിൽ നമസ്കരിച്ച് 4 റക്അത്താണ്. ചിലപ്പോൾ വയസീദു മാ ഷാ അല്ലാഹ്, ചിലപ്പോൾ എന്ത് ചെയ്യും, അള്ളാഹു ഉദ്ദേശിക്കുന്നത്ര ദീർഘിപ്പിക്കും. അപ്പോൾ ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ അധികരിപ്പിക്കുന്നത് എത്ര വേണമെങ്കിലും എന്ത് ചെയ്യാം, ആകാം എന്നുള്ളതാണ് പ്രബലമായ അഭിപ്രായം. ഇനി എപ്പോഴാണ് ദുഹ നമസ്കരിക്കേണ്ടത്? വഖ്തു സ്വലാത്തു ദുഹ യബ്തദിഉ മിൻ ഇർതിഫാഇ ശംസി ബഅദ തുലൂഇഹാ ഖദ്റ റുംഹിൻ. സൂര്യൻ ഉദിച്ച് അത് ഒരു കുന്തത്തിന്റെ അളവ് ഉയരുന്നത് മുതൽ, അതായത് സൂര്യൻ ഉദിച്ചതിന് ശേഷം ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞത് മുതൽ, വയംസദ്ദു ഇലാ ഖുബൈലി സവാരി, സൂര്യൻ മധ്യത്തിൽ നിന്ന് തെറ്റുന്നതിന്, മധ്യത്തിലേക്ക് എത്തുന്നതിന് തൊട്ട് മുമ്പ് വരെയാണ് നമസ്കരിക്കേണ്ടത്. ഐ വഖ്ത് ഖിയാമി ശംസി ഫീ കബദി സമാ, സൂര്യൻ എന്ത് ചെയ്യുന്നു, ഭൂമിയുടെ നമ്മുടെ ഒരു വസ്തുവിൻ്റെ നിഴൽ നേരെ ആവുക, അതായത് നേരെ സൂര്യൻ വരിക, സൂര്യൻ്റെ ആകാശത്തിൻ്റെ കബദ് കൊണ്ട് ഉദ്ദേശിക്കുന്ന മധ്യാഹ്നത്തിൽ വരിക. മധ്യാഹ്നത്തിൽ വരുന്ന സമയം, അതിന് മുമ്പുള്ള സമയം വരെയാണ് എന്ത് ചെയ്യേണ്ടത്, ദുഹ നമസ്കരിക്കാവുന്നത്. മധ്യത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പാടില്ല, നമസ്കരിക്കൽ നിഷിദ്ധമായ സമയമാണ്. അതിനുശേഷം ഇൻഷാ അല്ലാഹ് വിവരിക്കുന്നുണ്ട്. വൽ അഫ്ളു അൻ യുസല്ലി ഇദാ ഇസ്തദ്ദൽ ഹർ, എന്നാൽ എപ്പോഴാണ് നമസ്കരിക്കൽ ഏറ്റവും ശ്രേഷ്ഠമായത്? ചൂട് ശക്തി പ്രാപിച്ചു വരുന്ന സമയത്താണ്. കാരണം ഹദീസിൽ കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വലാത്തുൽ അവ്വാബീന ഹീന തർമിദുൽ ഫിസാലു. സ്വലാത്തുൽ അവ്വാബീൻ, ഈ ദുഹ നമസ്കാരത്തിന്റെ മറ്റൊരു പേരാണെന്ത്, അവ്വാബീൻ നമസ്കാരം എന്നുള്ളത്. അപ്പോൾ അവ്വാബീൻ നമസ്കാരം, അവ്വാബീങ്ങളുടെ നമസ്കാരം, അത് ഹീന തർമിദുൽ ഫിസാൽ. ഫിസാൽ എന്ന് പറഞ്ഞാൽ ചെറിയ ഒട്ടകക്കുട്ടികൾക്കാണ് ഫിസാൽ എന്ന് പറയുന്നത്. അതിന് ചൂട് പിടിക്കുന്നതായ സന്ദർഭത്തിലാണ്. അപ്പോൾ ഒട്ടകക്കുട്ടികൾ എന്ത് ചെയ്യും, ശക്തമായി ചൂട് പിടിച്ച് മണൽത്തരികൾ ചുട്ടുപൊള്ളുകയും അങ്ങനെ എന്ത് ചെയ്യും, അതിൻ്റെ കുളമ്പുകൾക്ക് ചൂട് പിടിക്കുകയും അത് മുട്ടുകുത്തി കിടക്കുകയും ചെയ്യും. ഈ സന്ദർഭത്തിലാണ് അവ്വാബീങ്ങളുടെ നമസ്കാരം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ അതാണ് ഏറ്റവും ശ്രേഷ്ഠമായ സമയം എന്നർത്ഥം. അതായത് ഹീന തഹ്മർ റംദ, മണൽത്തരികൾ ചൂട് പിടിക്കുന്നതായ സമയത്ത്. ഫതബ്റുഖുൽ ഫിസാലു മിൻ ഷിദ്ദത്തിൽ ഹരി, അപ്പോൾ ഒട്ടകക്കുട്ടികൾ എന്ത് ചെയ്യും, അവകളെ മുട്ടുകുത്തും ചൂട് ശക്തമായ കാരണത്താൽ. അതുകൊണ്ട് ആ സമയത്ത് നമസ്കരിക്കുക എന്നുള്ളതാണ് ശ്രേഷ്ഠമായത്. ഇനി അടുത്ത അധ്യായത്തിൽ ചെറിയൊരു അധ്യായമാണ് സുജൂദ് തിലാവയാണ്. പരിശുദ്ധ ഖുർആനിൽ ചില ആയാത്തുകൾ പാരായണം ചെയ്യുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സുജൂദ് ചെയ്യാൻ ചെയ്തിട്ടുണ്ട്, നിയമമാക്കിയിട്ടുണ്ട്. അതിന് സുജൂദ് തിലാവ എന്നാണ് പറയുന്നത്. ആ ചില സുജൂദുമായി ബന്ധപ്പെട്ട ആയാത്തുകൾ പാരായണം ചെയ്യുന്നു എന്നുള്ള കാരണത്താൽ ചെയ്യുന്ന സുജൂദ് ആയതുകൊണ്ടാണ് അതിന് സുജൂദ് തിലാവ എന്ന് പറയുന്നത്. ഇത് ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അത് പാരായണം ചെയ്യുന്നവർക്കും അതേപോലെ തന്നെ ശ്രദ്ധിച്ച് കേൾക്കുന്ന ആളുകൾക്കും അള്ളാഹു നിയമമാക്കിയിരിക്കുന്നതാണ്. തഖർറുബൻ ഇലൈഹി സുബ്ഹാന, അള്ളാഹുവിനുള്ള ഒരു ഇബാദത്ത് എന്നുള്ള നിലയിൽ, വഖുദൂഅൻ ലിഅദമതി, അള്ളാഹുവിനോടുള്ള അവൻ്റെ മഹത്വത്തിനോട് എന്ത് ചെയ്യുന്ന ഒരു കീഴ്പ്പെടുക എന്നുള്ള അർത്ഥത്തിൽ, തദല്ലുൽ ബൈന യദി, അള്ളാഹുവിൻ്റെ മുന്നിൽ തങ്ങളുടെ വിനയം പ്രകടിപ്പിക്കുക എന്നുള്ള അർത്ഥത്തിൽ. ഇത് ഓതുന്നയാൾക്കും സുന്നത്താണ്, വൽ മുസ്തമിഅ, ശ്രദ്ധിച്ച് കേൾക്കുന്ന ആളുകൾക്കും സുന്നത്താണ്.
വഖദ് അജ്മഅൽ ഉലമാഉ അലാ മശ്റൂഇയ്യത്തി, അത് സുന്നത്താണ് എന്നുള്ളതിൽ ഉലമാക്കൾ ഏകോപിച്ചിട്ടുണ്ട്. ശ്രദ്ധിച്ച് കേൾക്കുന്നവനും അതേപോലെ തന്നെ പാരായണം ചെയ്യുന്നവനും. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ പറയുന്നത് കാണാം, കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖറഉ അലൈനാ അസ്സൂറ ഫീഹാ സജ്ദ ഫയസ്ജുദു വനസ്ജുദു മഅ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് ഖുർആൻ പാരായണം ചെയ്തു തരും. അങ്ങനെ സുജൂദിന്റെ ആയാത്തുകൾ പാരായണം ചെയ്തു തരുമ്പോൾ നബി എന്ത് ചെയ്യും? സുജൂദ് ചെയ്യും. വനസ്ജുദു മഅ, നബിയുടെ കൂടെ ഞങ്ങളും എന്ത് ചെയ്യും? സുജൂദ് ചെയ്യും. ഹത്താ മാ യജിദു അഹദുനാ മൗദിഅൻ ലിജബ്ഹതി, ഞങ്ങളിൽ ഒരാൾക്ക് തല വയ്ക്കാൻ സ്ഥലമില്ലാത്ത, ജബ്ഹത്ത് എന്ന് വെച്ചാൽ നെറ്റിത്തടം വയ്ക്കാൻ സ്ഥലമില്ലാതാകുമാറ് എല്ലാവരും എന്ത് ചെയ്യും? സുജൂദ് ചെയ്യും. കെട്ടുനിന്നവരെല്ലാവരും സുജൂദ് ചെയ്യും എന്നാണ്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞു, വമവാദിഉ സജദാതി അഖ്ബാറുൻ വഅവാമിർ, എവിടെയാണ് ഇങ്ങനെ സുജൂദുകൾ ചെയ്യേണ്ടത്? സുജൂദിനെ സംബന്ധിച്ച് അള്ളാഹു പ്രസ്താവിക്കുന്ന ചില പ്രസ്താവനകളുണ്ടാവും, ഖബറുകളുണ്ടാവും ആ സമയത്തും. അതുപോലെ സുജൂദ് ചെയ്യാനുള്ള കൽപ്പനകൾ ഖുർആനിന്റെ ചില സ്ഥലത്തുണ്ടാവും, അപ്പോഴുമാണ്. ഖബറും മിനല്ലാഹി അൻ സുജൂദി മഖ്ലൂഖാതിഹി ലഹു ഉമൂമൻ ഔ ഖുസൂസൻ, അള്ളാഹുവിന്റെ ഏതെങ്കിലും സൃഷ്ടികൾ പ്രത്യേകമായോ അല്ലെങ്കിൽ പൊതുവെയോ അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്ന പ്രസ്താവനകളുടെ സന്ദർഭത്തിൽ ഫസുന്ന ലിത്താരി വസ്സാമി അൻ യതശബ്ബഹ ബിഹിം ഇൻദ തിലാവത്തി ആയത്തി സദത്തി ഔ സുമ. അപ്പോൾ ആ സമയത്ത് പാരായണം ചെയ്യുന്നവനും അത് കേൾക്കുന്നവനും ഈ മറ്റുള്ള മഖ്ലൂഖാത്തുകളുടെ സുജൂദിനെ സംബന്ധിച്ച് പറയുമ്പോൾ അവരെ പോലെ നമ്മൾ എന്ത് ചെയ്യുന്നു? അള്ളാഹുവിന്റെ മുന്നിൽ സുജൂദ് ചെയ്യുന്നു. അതേപോലെ ആയാത്തുൽ അവാമിരി, കൽപ്പനകളുടെ ചില ആയാത്തുകളുണ്ട്. ഐ അല്ലത്തി തഅ്മുറു ബിസ്സുജൂദി ബിത്വരീഖിൽ ഔലാ, ചില സ്ഥലങ്ങളിൽ സുജൂദ് ചെയ്യാനുള്ള അള്ളാഹുവിന്റെ കൽപ്പനയുണ്ട്. അങ്ങനെയുള്ള സന്ദർഭത്തിൽ കൂടുതൽ എന്ത് ചെയ്യണം? കൂടുതൽ അർഹമാണ് സുജൂദ് ചെയ്യാൻ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ധരിക്കുന്നുണ്ട്, ഇദാ ഖറഅ ഇബ്നു ആദമ സജ്ദത ഫസജദ, ഏതെങ്കിലും ഒരു മനുഷ്യൻ ഈ പറയുന്ന സുജൂദിന്റെ ആയാത്തുകൾ പാരായണം ചെയ്യുകയും സുജൂദ് ചെയ്യുകയും ചെയ്താൽ യഅ്തസല ശൈത്വാനു യബ്കി, ശൈത്വാൻ അവനിൽ നിന്ന് കരഞ്ഞുകൊണ്ട് ഓടിയകലും. യഖൂൽ, എന്നിട്ട് പറയും, യാ വൈല, എൻ്റെ നാശമേ, ഉമിറ ഇബ്നു ആദമ ബിസ്സുജൂദി ഫസജദ്, മനുഷ്യരോട് സുജൂദ് ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടു, അവരിതാ സുജൂദ് ചെയ്തു. ഫലഹുൽ ജന്ന, അവർക്ക് സ്വർഗമുണ്ട്. ഉമിർതു ബിസ്സുജൂദി, എന്നോട് സുജൂദ് ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടു, ഫഅബൈതു, ഞാൻ എന്ത് ചെയ്തു? അതിന് കൂട്ടാക്കിയില്ല. ഫലി അന്നാർ, എനിക്കെന്തുമുണ്ട്? നരകമുണ്ട്. അതുകൊണ്ട് എൻ്റെ നാശമേ എന്ന് പറഞ്ഞുകൊണ്ട് ശൈത്വാൻ അവനിൽ നിന്ന് എന്ത് ചെയ്യും? ഓടിയകലും. അതുകൊണ്ട് സുജൂദ് ചെയ്യണം. പലപ്പോഴും ആളുകൾ മടി കൊണ്ടോ മറ്റൊക്കെ എന്ത് ചെയ്യും? ആയാത്തുകൾ ഓതിപ്പോകുന്നുണ്ടാകാം, ഈ പറയുന്ന സുജൂദിൻ്റെ ആയാത്തുകൾ എത്തുന്നുണ്ടാകാം. ചിലപ്പോൾ അത് ഗൗരവത്തിലെടുക്കാതെ എന്ത് ചെയ്യും? മുന്നോട്ട് പോകും. അത് പാടില്ല. ഇത് ഷൈത്വാനിനെ കീഴ്പ്പെടുത്താൻ പറ്റുന്ന നല്ല സന്ദർഭമാണ്. എവിടെയെല്ലാം ഷൈത്വാനിനെ പരാജയപ്പെടുത്താൻ ഒരാൾക്ക് സാധിക്കുമോ അതെന്ത് ചെയ്തോണം? ഉപയോഗപ്പെടുത്തിക്കൊള്ളണം. ഷൈത്വാനെ കരയിപ്പിക്കാൻ, അവനെ പരാജയപ്പെടുത്താൻ എവിടെ സാധിക്കുമോ അവിടെ ചെയ്തു കൊള്ളണം. അതുകൊണ്ട് തിലാവ, സുജൂദിന്റെ തിലാവ എവിടെ കണ്ടാലും അവിടെ സുജൂദ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വയുശ്റഉ സുജൂദു തിലാവത്തി ഫി ഹഖ്ഖിൽ ഖാരിഇ വൽ മുസ്തമിഅ, ഓതുന്നവനും ശ്രദ്ധിച്ച് കേൾക്കുന്നവനും ഇത് നിയമപരമാണ്. വഹുവല്ലദീ യഖ്സുദു അൽ ഇസ്തിമാഅ ലിൽ ഖിറാഅ, ഇവിടെ മുസ്തമിഅ എന്ന് പറഞ്ഞാൽ മനഃപൂർവ്വം ഇരുന്ന് കേൾക്കുന്നയാളാണ് അതുകൊണ്ട് ഉദ്ദേശം, വെറുതെ കേൾക്കുന്നതല്ല, അത് ശ്രദ്ധിച്ച് കേൾക്കുന്നവനാണ് ഉദ്ദേശം. കാരണം ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമയുടെ ഒരു ഹദീസിൽ കാണാം, കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖറഉ അലൈനാ അസ്സൂറ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് ഖുർആൻ പാരായണം ചെയ്തു തരുമായിരുന്നു. ഫീഹാ സജ്ദ, അവിടെ നിന്നുണ്ടാവും സുജൂദ് ഉണ്ടാകും. ഫയസ്ജുദു വനസ്ജുദു മഅ, അപ്പം നബി സുജൂദ് ചെയ്യും, ഞങ്ങൾ സുജൂദ്. അപ്പം ഞങ്ങൾക്ക് പാരായണം ചെയ്തു തരികയാണ്, ഞങ്ങളത് എന്ത് ചെയ്യുന്നു? ശ്രദ്ധിച്ച് കേട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ പറയുന്ന സുജൂദിന്റെ ആയത്ത് വരുമ്പോൾ ഞങ്ങളും നബിയും സുജൂദ് ചെയ്യും. ഫഫീഹി ദലാലത്തുൻ അലാ മശ്റൂഇയ്യത്തി സുജൂദിൽ മുസ്തമി, ഇതിൽ എന്താണ്? കേൾക്കുന്നവൻ, ശ്രദ്ധിച്ച് കേൾക്കുന്നവന് സുജൂദ് ഉണ്ട് എന്നുള്ളത് നിയമപരമാണ് എന്നതിനുള്ള തെളിവുണ്ട്. എന്നാൽ വഅമ്മ സാമിഅ, വെറുതെ കേൾക്കുന്നയാൾ, വഹുവല്ലദീ ലം യഖ്സുദ് അൽ ഇസ്തിമാ, അവൻ കേൾക്കുക എന്നുള്ള ഉദ്ദേശമൊന്നുമില്ല, അങ്ങനെ അവിചാരിതമായിട്ട് കേട്ടതാണ്. എന്നാൽ ഫലാ യുശ്റഉ ഫീ ഹഖ്ഖിഹി സുജൂദു തിലാവ, അവന്റെ കാര്യത്തിൽ അവൻ സുജൂദ് തിലാവ ചെയ്യണമെന്ന് നിയമമാക്കപ്പെട്ടിട്ടില്ല. ഒരു സംഭവം ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്നുണ്ട്. അന്ന ഉസ്മാൻ റളിയല്ലാഹു അൻഹു മർറ ബിഖാസിൻ, ഒരിക്കൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഒരു കഥ പറയുന്ന ആള്, ഇങ്ങനെ പല പല ആളുകൾ കൂട്ടിയിട്ട് കഥകൾ പറയുന്ന ആളുകളുണ്ടായി പഴയ കാലത്ത്. അവര് എന്ത് ചെയ്യും? അവരുടെ അരികിലൂടെ ഒരിക്കൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു നടന്നു. അപ്പോൾ ഫഖറഅ സജ്ദതൻ ലിയസ്ജുദ മഅഹു ഉസ്മാൻ, അപ്പോൾ ഈ മനുഷ്യൻ എന്ത് ചെയ്തു? ഉസ്മാൻ റളിയല്ലാഹു അൻഹു എൻ്റെ ആയത്ത് കേട്ടിട്ട് എന്ത് ചെയ്യണം? സുജൂദ് ചെയ്യണം.
എന്നുള്ള ലക്ഷ്യത്തിൽ മൂപ്പരെന്ത് ചെയ്തു? ഈ പറയുന്ന ചില സുജൂദിന്റെ ആയത്ത് പാരായണം ചെയ്തു. ഫലം യസ്ജുദ്, പക്ഷെ ഉസ്മാൻ അത് എന്ത് ചെയ്തില്ല? സുജൂദ് ചെയ്തില്ല. വഖാൽ, അപ്പോൾ പറഞ്ഞു ഇന്നമ സജദ അലാ മൻ ഇസ്തമഅഹ, സുജൂദ് ചെയ്യേണ്ടത് അതിനെ ശ്രദ്ധിച്ച് കേൾക്കുന്ന ആളുകളാണ്. വെറുതെ നടന്നു പോയപ്പോൾ കേട്ടു എന്നുള്ളതുകൊണ്ട് എന്ത് ചെയ്യണമെന്നില്ല, സുജൂദ് ചെയ്യേണ്ടതില്ല എന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞു. ഇത് വേറെയും സഹാബികളിൽ നിന്നും ഉദ്ധരിക്കപ്പെടുന്ന ഒരു കാര്യമാണ്. ഇനി വസജദാത്തു തിലാവത്ത് ഫിൽ ഖുർആനി, എവിടേക്കാണ് പരിശുദ്ധ ഖുർആനിൽ ഈ പറയുന്ന സുജൂദു തിലാവകൾ ഉള്ളത്? സൂറത്തുൽ അറാഫിലുണ്ട്, സൂറത്തുൽ റഅദിലുണ്ട്, സൂറത്തുൽ നഹ്ൽ, ഇസ്റാ, മറിയം, ഹജ്ജ്, ഫുർഖാൻ, അതുപോലെ തന്നെ സൂറത്തുൽ നംൽ, സൂറത്തു സജ്ദ, സൂറത്തു ഹാമീം, അസ്സജദ, പിന്നെ സൂറത്തുൽ നജ്മ്, ഇൻഷിഖാഖ്, സൂറത്തുൽ അലഖ്, ഇവകളിലൊക്കെ ഉണ്ട്. സൂറത്തു സാദിലുള്ള ആയത്ത് അത് എന്താണ്? ശുക്റിനുള്ള, നന്ദി രേഖപ്പെടുത്താനുള്ള സുജൂദാണോ അതല്ല തിലാവത്തിൻ്റെതാണോ എന്നുള്ളതിൽ എന്തുണ്ട്? ഉലമാക്കൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. വല്ലാഹു ആലം, അള്ളാഹുവാണ് ശരിയായിരിക്കുന്നവൻ. ഇനി എങ്ങനെയാണ് സുജൂദ് ചെയ്യേണ്ടത്? വയുകബ്ബിറു ഇദാ സജദ ലിത്തിലാവ, തിലാവത്തിന് വേണ്ടിയിട്ട് സുജൂദ് ചെയ്യുമ്പോൾ അവൻ തക്ബീർ ചൊല്ലിക്കൊണ്ട്, നമസ്കാരത്തിന്റെ ഉള്ളിലാണ് എങ്കിൽ അവൻ എന്ത് ചെയ്യണം? സുജൂദ് തക്ബീർ ചൊല്ലിക്കൊണ്ട് സുജൂദിലേക്ക് പോകണം. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസുണ്ട്, കാന അലൈഹി സ്വലാത്തു വസ്സലാം യഖറഉ അലൈനൽ ഖുർആൻ, നബി ഞങ്ങൾക്ക് ഖുർആൻ പാരായണം ചെയ്തു തരുന്നു. ഫൈദാ മർറ ബിസ്സജ്ദതി കബ്ബറ, സജ്ദയുടെ ഭാഗം എത്തിയാൽ നബി തക്ബീർ ചൊല്ലും, വസജദ എന്നിട്ട് സുജൂദ് ചെയ്യും, വസജദ്നാ മഅ, നബിയുടെ കൂടെ ഞങ്ങളും സുജൂദ് ചെയ്യും. അപ്പോൾ പോകുമ്പോൾ എന്ത് ചെയ്യണം? തക്ബീർ ചൊല്ലണം. ഇത് നമസ്കാരത്തിന്റെ ഉള്ളിലാണെങ്കിലും പുറത്താണെങ്കിലും പോകുമ്പോൾ എന്ത് ചെയ്യണം? സുജൂദ് ചെയ്യണം എന്നുള്ളതാണ് ബഹുഭൂരിപക്ഷം ഉലമാക്കളുടെയും അഭിപ്രായം. 4 മദ്ഹബിന്റെ ഇമാമിങ്ങളും അങ്ങനെയാണ് പറഞ്ഞത്. വയഖൂലു ഫീ സുജൂദിഹി, എന്നിട്ട് സുജൂദിൽ അവൻ പറയണം സുബ്ഹാന റബ്ബിയൽ അഅല എന്ന് പറയണം. നമസ്കാരത്തിൽ സാധാരണ പറയുന്ന ദിക്റുകൾ പറയാം, ഏതും പറയാം. ഇനി അതല്ല, ഒരാൾ പറയുകയാണ് സജദ വജ്ഹി ലില്ലദീ ഖലഖഹു വസവ്വറഹു വശഖ്ഖ സമഅഹു വബസറഹു ബിഹൗലിഹി വഖുവ്വതിഹി അല്ലാഹുമ്മ അക്തുബ് ലീ ബിഹാ അജ്റ വദഅ അന്നി ബിഹാ വിസ്റ വജ്അൽഹാ ലീ ഇൻദക ദുഖ്റ വതഖബ്ബൽഹാ മിന്നി കമാ തഖബ്ബൽതഹാ മിൻ അബ്ദിക ദാവൂദ് എന്നൊരാൾ പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. ഹദീസിൽ സ്ഥിരപ്പെട്ട പ്രാർത്ഥനയൊന്നുമല്ല, എന്നാൽ അർത്ഥ കുഴപ്പങ്ങളൊന്നുമില്ല. അത് സലഫുകളിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഒരു പ്രാർത്ഥനയാണ്. അപ്പോൾ ഏത് പ്രാർത്ഥനകളും എന്ത് ചെയ്യാം? പറയാം. സുജൂദിൽ പ്രാർത്ഥന അധികരിപ്പിക്കുക എന്നാണ്. അപ്പോൾ എന്ത് ചെയ്യാം? സാധാരണ നമസ്കാരത്തിൽ പറയുന്ന തസ്ബീഹുകൾ പറയാം, അതല്ലെങ്കിൽ ഏതെങ്കിലും പ്രാർത്ഥന നടത്താം, കുഴപ്പമില്ല. ഇനി വൽ ഇത്യാനു ബി സുജൂദി തിലാവത്തി അൻ ഖിയാമിൻ അഫ്ളു മിനൽ ഇത്യാനി ബിഹി അൻ ഖുഉദി, ഒരാൾ പാരായണം ചെയ്തിട്ട് ഇരിക്കുന്ന അവസ്ഥയിൽ നിന്ന് നേരെ സുജൂദിലേക്ക് പോകുന്നതിനേക്കാൾ നല്ലത് നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് എന്തിലാണ്? സുജൂദിലേക്ക് പോകലാണ്. പിന്നെ ഇവിടെ എന്താണ്? നമസ്കാരത്തിലാണെങ്കിൽ ഉയരുന്ന സമയത്ത് എന്ത് ചെയ്യണം? തക്ബീർ ചൊല്ലണം. നമസ്കാരത്തിൽ അല്ല എങ്കിൽ ഉയരുന്ന സമയത്ത് തക്ബീർ വേണ്ടതില്ല എന്നുള്ളതാണ്. അതേപോലെ തന്നെ നമസ്കാരത്തിന് പുറത്ത് ചെയ്യുമ്പോൾ സലാം വീട്ടുകയും ചെയ്യേണ്ടതില്ല എന്നുള്ളതാണ് എന്ത്? പ്രബലമായ അഭിപ്രായം. എന്നാൽ മുസ്ലിം പറയുകയാണ്, അയ്യുഹൽ മുസ്ലിം ഇന്ന തുറുഖൽ ഖൈരി കസീറ, നന്മകൾ കരഗതമാക്കാൻ ധാരാളം മാർഗങ്ങൾ അള്ളാഹു നമുക്ക് ചെയ്തിട്ടുണ്ട്, നൽകിയിട്ടുണ്ട്. ഫഅലൈക ബിൽ ജിദ്ദി വൽ ഇജ്തിഹാദി ഫിഹാ, അതുകൊണ്ട് ആ വിഷയത്തിൽ നീ നല്ല പരിശ്രമം നടത്തണം. വൽ ഇഖ്ലാസ് ഫിൽ ഖൗലി വൽ അമൽ, വാക്കുകളിലും പ്രവർത്തികളിലും നല്ല ഇഖ്ലാസ്, ആത്മാർത്ഥത പ്രകടിപ്പിക്കണം. ലഅല്ലല്ലാഹ അൻ യക്തുബക മിൻ ജുംലത്തി സുഅദാ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നെ സൗഭാഗ്യവാന്മാരിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഇതാണ് ആ വിഷയത്തിൽ മുസന്നിഫ് നൽകുന്ന പാഠങ്ങൾ. ഇനി നിരുപാധികമുള്ള സുന്നത്ത് നമസ്കാരത്തെക്കുറിച്ചാണ്. ഒരാൾക്ക് നമസ്കരിക്കണമെന്ന് തോന്നുമോ എന്ത് ചെയ്യാം? നമസ്കാരം നിഷിദ്ധമല്ലാത്ത സമയമാണെങ്കിൽ നമസ്കരിക്കാം. അതിനാണ് നിരുപാധികമുള്ള മുത്തലഖായ സുന്നത്ത് നമസ്കാരം എന്ന് പറയുന്നത്. ഇൻഷാ അല്ലാഹ് അടുത്ത ദർസിൽ സംസാരിക്കാം. അള്ളാഹു കാര്യങ്ങളെ യഥാവിധം പഠിച്ചു മനസ്സിലാക്കി അമൽ ചെയ്യാൻ നല്ല തൗഫീഖ് നൽകട്ടെ. സല്ലല്ലാഹു വസല്ലം അലാ നബിയ്യിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ.